ഫ്രണ്ട്സ്, CSIR പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്, ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. നോട്ടിഫിക്കേഷൻ നമ്പർ നമുക്കിവിടെ കാണാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ F&A ഇങ്ങനെ 3 കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏപ്രിൽ 1 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 30 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ 30 ആണ്. ഇതിൻ്റെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ ഷോർട്ട് ഫോം JS എന്നാണ് നിങ്ങൾക്കിവിടെ കാണാം. അതിൽ ജനറൽ വിളിച്ചിട്ടുണ്ട്. ജനറൽ 14 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കാറ്റഗറി വേക്കൻസിയും കാണാം. ജനറൽ SC 1, ST 1, OBC 4, EWS 1 ഇങ്ങനെയാണ് വേക്കൻസി. ഇനി അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഉണ്ട്. ഇതിൽ 5 വേക്കൻസിയാണ്. 4 വേക്കൻസി ജനറൽ, അതിൽ 1 വേക്കൻസി OBCക്കാണ്. ഈ 4 വേക്കൻസിയിലേക്ക് SC ST EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, 4 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ SC ST ഒന്നും വേക്കൻസി ഇല്ലാതെ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ജനറൽ വേക്കൻസി ഉണ്ടാവും, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് ആണ്. ഇതിൽ 7 വേക്കൻസിയാണ്. 5 വേക്കൻസി എന്താണ് ജനറലാണ്, 2 വേക്കൻസി OBCക്കുമാണ്. അപ്പോൾ മറ്റു റിസർവ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, റിസർവ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ജനറൽ വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയാണ്. പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ് അതിൻ്റെ പറയാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 28 ആണ് ഏജ് ലിമിറ്റ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്, അതായത് ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 30 നിങ്ങൾക്ക് 28 കഴിയാൻ പാടില്ല. മിനിമം 18 പൂർത്തിയായിരിക്കണം. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെയും, അതുപോലെ തന്നെ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ പേ ലെവൽ കാര്യങ്ങൾ കൊടുക്കുന്നത് കാണാം. പേ ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 ആണ്. അതിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 36,493 രൂപയായിരിക്കും. ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഇനി അടുത്ത് പറയുന്നത്. ഇതിലേക്ക് ജസ്റ്റ് +2 കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് +2 എന്ന് പറഞ്ഞതാക്കേണ്ട. ഇനി നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ, +2 പഠിക്കാതെ തന്നെ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഏതെങ്കിലും എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് +2 ഇക്വലൻ്റ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 3 കാറ്റഗറി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ചെക്ക് ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഒരു നിശ്ചിത 35 വേർഡ് അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിലേക്ക്. അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന +2 അല്ലെങ്കിൽ ഈ പറയുന്ന 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നിങ്ങൾ ഏതെങ്കിലും ഡിസിപ്ലിനിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പിങ്ങിൽ പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 7 വേക്കൻസിയാണ്. ജനറൽ 5, OBCക്ക് 2, SC ST EWS അല്ലെങ്കിൽ മറ്റേത് റിസർവ് കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 27 ആണ്. ഇതിൻ്റെ പേ ലെവൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 27,500 മുതൽ 81,100 ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് മന്ത്ലി സാലറി സ്റ്റാർട്ടിങ്ങിൽ 49,623 കിട്ടും. ഇതിലേക്ക് നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനാണ്. അതോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫി നിങ്ങൾ പഠിച്ചിരിക്കണം. സ്റ്റെനോഗ്രാഫി അറിഞ്ഞവർക്ക് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫി പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ജൂനിയർ സ്റ്റെനോഗ്രാഫറിലേക്ക്. ഓക്കെ, ഇത്രയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂനിയർ സ്റ്റെനോഗ്രാഫറിലേക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ഫീ അടയ്ക്കണമെങ്കിൽ അടയ്ക്കുകയും വേണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കേട്ടോ. ചില വിദ്യാർത്ഥികൾ ഫീ റിലാക്സേഷൻ ഉണ്ട്, അവർ പിന്നെ അത് വേണ്ട. ഇനി അതോടൊപ്പം തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ജനറൽ, അതുപോലെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, സ്റ്റോർ ആൻഡ് പർച്ചേസ്, ഇതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാം. പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്ലൈ ചെയ്യുന്നത് ഏതാണ് ആദ്യം വേണ്ടത് എന്നുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. മിനിമം ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് +2 ആണെന്ന്, അല്ലെങ്കിൽ അതിന് തുല്യമായില്ല. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് കാണാം, ടു ട്രീറ്റ് ഡിപ്ലോമ ഓഫ് 3 ഇയർ ഡ്യൂറേഷൻ അക്വയർഡ് ആഫ്റ്റർ പാസിംഗ് 10th സ്റ്റാൻഡേർഡ് ആസ് ഇക്വലൻറ്റ് ടു 12th സ്റ്റാൻഡേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് പാസ് ഇൻ +2 സ്റ്റാൻഡേർഡ്സ് ഈസ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അതായത് +2 ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ എസെൻഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എന്താണ്, ഡിപ്ലോമ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡിപ്ലോമ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആയിരിക്കണം. 3 വർഷം ഡ്യൂറേഷനുള്ള പോളിടെക്നിക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് +2 തുല്യമായിട്ട് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ ആ ഡിപ്ലോമ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ +2 എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഇത്തരം
അത്തരം വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഡിപ്ലോമ 3 വർഷം ഡ്യൂറേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഏതെങ്കിലും സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചു, അതായത് ഏത് സ്ട്രീമൊന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ജനറലാണ്, അതായത് ഈ പറയുന്ന ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ് ഏത് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമയും അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന സ്ട്രീം ഡിസിപ്ലിൻ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല, എനി ഡിസിപ്ലിനാണ്, ജസ്റ്റ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ്, ഈ പറയുന്ന JSAയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിൽ കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് ഇതിൻ്റെ എന്താണ് സ്കീമാ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിലൊരു 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ സ്പീഡ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കീ ഡിപ്രഷൻ പെർ അവർ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി അതിൽ ഇംഗ്ലീഷിലല്ല ഹിന്ദിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഏതെങ്കിലും ഒന്നും മതി കേട്ടോ, രണ്ടും ചെയ്യേണ്ട. ഹിന്ദിയാണ് 30 വേർഡ് പെർ മിനിറ്റ് ആണ്, അപ്പോൾ ഏതെങ്കിലും ഒന്നും മതി. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാം OMR ബേസിലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. 200 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 2.5 മണിക്കൂർ ഡ്യൂറേഷൻ. പേപ്പർ 2 പേപ്പറുണ്ട്. പേപ്പർ 1 മെൻ്റൽ എബിലിറ്റി ആണ്, 100 ക്വസ്റ്റ്യൻ വരും. പേപ്പർ 2 ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ കിടക്കുന്നുണ്ട്, CSIR ഒക്കെ ചെയ്ത, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. PYQs കാര്യങ്ങളൊക്കെ. പിന്നെ ജനറൽ അവയർനെസ് 50, ഇംഗ്ലീഷ് ലാംഗ്വേജ് 50, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷനും പിന്നെ സ്റ്റെനോഗ്രാഫി ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെനോഗ്രാഫി ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡിക്റ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഇനി ഇവിടെ നിങ്ങൾക്ക് എക്സാം സ്കീം എന്ന് പറയുന്നത് 200 മാർക്ക് തന്നെയാണ്. ഇതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രഹെൻഷൻ ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ടെസ്റ്റ് അതിൻ്റെ സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് വേറെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഹിന്ദിയിലാണെങ്കിൽ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒന്ന് മതി, നമുക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി മതി കേട്ടോ, രണ്ടും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്കത് ഓപ്റ്റ് ചെയ്യാം, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ, ടെസ്റ്റ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, സ്റ്റെനോഗ്രാഫി ടെസ്റ്റ്. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെ മറ്റു ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് DA, HRA, അതുപോലെ TA തുടങ്ങിയിട്ട് ഒരുപാട് അലവൻസും കാര്യങ്ങളും എക്സ്ട്രാ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സാലറിക്ക് പുറമെ ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞു, SC/ST 5 വർഷം, OBCക്ക് 3 വർഷം എന്നുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് അപേക്ഷാ ഫീസ് കൊടുക്കണം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് നമ്മൾ SBI കളക്റ്റിലൂടെയാണ് അടയ്ക്കേണ്ടത്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കും. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക, അതിൽ കയറിയിട്ട് ഫീ അടയ്ക്കുക. ഫീ അടച്ചിട്ട് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ആ സെയിം റെസിപ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറയുന്ന CSIRൻ്റെ വെബ്സൈറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡും ചെയ്യണം കേട്ടോ, ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീ അടയ്ക്കേണ്ട വിദ്യാർത്ഥികളാണെങ്കിൽ 500 രൂപ ഫീ അടയ്ക്കുമ്പോൾ അവർ ആ ഫീ അടയ്ക്കാനുള്ള ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. SBI കളക്റ്റിലേക്കാണ് പോവുക. നിങ്ങൾ ഏതെങ്കിലും ATM കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ Google Pay ഒക്കെ ഉപയോഗിച്ച് ഫീ അടയ്ക്കാം. ഫീ അടിച്ചാൽ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അത് വീണ്ടും എന്ത് ചെയ്യാം, നമ്മുടെ CSIRൻ്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാനും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം, ലിങ്ക് കാര്യങ്ങൾ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്ന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് വേറെ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അത് വേറെ സ്ഥലത്ത് തന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഏതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള അവിടെ കോളം വരും. അതിനനുസരിച്ച് നിങ്ങൾ അത് ഓപ്റ്റ് ചെയ്ത് ചെയ്യണം. പിന്നെ +2 മാർക്ക് ഷീറ്റ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമേൻ്റെത് അപ്ലോഡ് ചെയ്യണം. മറ്റേതെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് അപ്ലോഡ് ചെയ്യാം. ഇനി കാറ്റഗറി SC/ST OBC ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പേര് മാറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിലാണ്. ഇനി അടുത്തത് OBC ആണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് OBC കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, അതും അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ കാര്യം കാണിക്കാം. പിന്നെ അതുപോലെ NOC ഇതും നമ്മൾ നോക്കണം, നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ PWD ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ ഫീ അടിച്ചതിൻ്റെ റെസിപ്റ്റ് നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ SC/ST കാൻഡിഡേറ്റ്സിന് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. ഇതൊക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയായിരിക്കണം. OBC ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഒന്ന് ഇതാണ്. ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി താലൂക്ക് നിശ്ചയിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് പാടുണ്ട് OBC കാൻഡിഡേറ്റ്സിന്. ഇത് സെൽഫ് ഡിക്ലറേഷൻ ആണ്. നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത് നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് പ്ലേസ് ഡേറ്റ് ചെയ്ത് ഇത് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇതൊരു സെൽഫ് ഡിക്ലറേഷൻ ആണ്. നമ്മൾ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടതല്ല എന്നുള്ള തെളിയിക്കുന്നതിന് നമ്മൾ തന്നെ എഴുതി കൊടുക്കുന്ന ഡിക്ലറേഷൻ ആണ്. അതുകൂടാതെ ഈ സർട്ടിഫിക്കറ്റും പാടെ വേണം. OBC നോൺ ക്രിമിനലിൻ്റെ നമ്മൾ താലൂക്കിൽ നിന്ന് തഹസിൽദാരത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് വാങ്ങുന്ന സർട്ടിഫിക്കറ്റും വേണം OBC നോൺ ക്രിമിനലിൻ്റെ. അതുകൂടാതെ നമുക്ക് ഈ പറയുന്ന
സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് പാടെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് പ്രിൻ്റ് എടുക്കാൻ, അത് ഫില്ല് ചെയ്യാം, അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. പിന്നെ AWS ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് മാതൃക എല്ലാം അതിലുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വരും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ലേറ്റസ്റ്റ് ജോബ്സ് കാണാം. അവിടെ കാണാം CSER NERI എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്തോടെ കാണാം, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരും. ഇവിടെ നമ്മൾ പേര്, ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോവാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ലിങ്കാണ്, ഇതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചാൽ മതി. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്